ഇതേ കുറച്ച് കുറച്ച് എന്തെങ്കിലും കഴിച്ചില്ലാച്ചെങ്കിലേ ഒരു എനർജി ഉണ്ടാവില്ല. എന്തേലും കഴിക്കാതെ എങ്ങനെയൊക്കെ എടുക്കണ്? അത് കുറച്ച് കഴിക്കും. തുറന്ന തുറക്ക്. ലേശം കൂടി, കുറച്ചും കൂടി. ഇത് ലേശം കൂടി കഴിച്ചോ? മതിയാ? അസ്സലാമു അലൈക്കും. എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാട്ടാ. എങ്ങനെയുണ്ട് ഇപ്പൊ? ഭക്ഷണം കഴിക്കണ്ടോ? കഴിക്കാൻ കുറവാ, കഴിക്കണില്ല. അതപ്പോ 2 സ്പൂണ് കഷ്ടി കഴിച്ച്. ഇനിയിപ്പോ കുറച്ചു നേരം ഭക്ഷണം കഴിച്ചാലല്ലേ ഒക്കെ ഒന്ന് ശരിയാവുള്ളൂ. പറഞ്ഞാ ആരോഗ്യമൊക്കെ വരണമെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ? എന്താ പിന്നെ ചെയ്യാ? ഇത് പിന്നെ അവിടെ വെക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം. എന്താണ് ഞാൻ പറഞ്ഞില്ല, ഒരു ഹോംനെസിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. എന്തായാലും ഇപ്പൊ ഇവിടെ ഒരാള് വേണ്ട ഇങ്ങനെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇവിടെ മാത്രം ഇങ്ങനെ നിന്നിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കഴിയില്ലല്ലോ. എന്താ ചെയ്യപ്പോ ഒരാള് വേണ്ടേ? ശരിയോ, ഇത് എന്റെ വകയിലൊരു അമ്മായിന്റെ മോളാണ്, പുറമക്കാരി ഒന്നും അല്ല. അപ്പൊ എന്താ വെച്ചാല് കണ്ടില്ലേ രോഗിന്റെ അവസ്ഥ കണ്ടില്ലേ? അപ്പൊ അതാണ് ഒന്നും എണീറ്റ് ഉണ്ടാക്കുന്നത്. ഒന്ന് ചാരി ഇരുത്തണമെങ്കിൽ വരെ നമ്മൾ താങ്ങി കൊടുക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇരുത്തണം, പുറമൊന്ന് ചൂടാവുമ്പോഴേ. ഇത് ഇങ്ങനെ കടത്തൽ, ഒരേ കടപ്പ് കടത്തിയാൽ ഇപ്പൊ ഇങ്ങനെ ശരി ഇത്രയും കാലം ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് പുറമൊന്നും പൊട്ടലൊന്നും ഇല്ലാതെ ഇതാക്കുന്നത്. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സൈഡ് മാത്രം കിടക്കുമ്പോ ചൂടാവേ. അപ്പൊ ഒന്നിങ്ങനെ ഒരു ചെറിയ മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടേ കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കില്ല, കഞ്ഞി മാത്രമാണ് കുറേശ്ശെ കൊടുക്കുന്നത്. അതാണ്. അപ്പൊ ഒന്ന് നോക്കിക്കൊണ്ട് ഈ വേണ്ട വിധത്തിലൊക്കെ ചെയ്ത് ഇതാക്കുക കേട്ടോ. യൂസ്ഫൊക്കെ വന്നിരിക്കുന്നു. അന്നെ നോക്കാതെ ഒരാള് വന്നിട്ടുണ്ട്. ഒരാള് വന്നിക്കണം കേട്ടോ, കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ. ഓളുണ്ടാവും ഞാൻ എപ്പോഴും കേട്ടോ. കണ്ണു തുറന്ന് നോക്ക്. പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവസ്ഥ പനക്ക് ഏകദേശം കണ്ടിട്ടൊരു ഇതായില്ലേ. അപ്പൊ ഒന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു വരുത്ത. എന്നാ എന്തായിക്കോ ശരിയോ? ഒന്ന് വാ. അല്ല എന്താ പ്രശ്നം ഇപ്പോഴത്തെ അവസ്ഥ? നല്ല മാറ്റം ഉണ്ടോ? മാറ്റം പ്രതീക്ഷിക്കാൻ വയ്യ. ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയല്ലോ, ഡോക്ടർമാർ കൈ ഒഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷ ഇല്ലല്ലോ. ഇനി അത്ര മാക്സിമം പോണോടത്തോളം പോട്ടെ എന്നുള്ളത് തന്നെ. ആ നിലയ്ക്ക് തന്നെ ഡോക്ടർമാരും പറഞ്ഞ് അവർക്ക് മാക്സിമം സന്തോഷം കൊടുക്കുക, അവരെ നോക്കുക, അതാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ ഇപ്പം എന്താ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, രാവിലെ ഒരു ജോലിക്ക് ഇറങ്ങി വൈകുന്നേരം വരെ ഇവിടെ ഞാൻ ഉണ്ടാവൂല. അപ്പൊ തിരിച്ചു വരുന്ന വരെ പകല് സമയത്ത് ഒരാളുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുറെ ദിവസമായിട്ട് ഞാൻ പണിക്കൊന്നും പോകണില്ലല്ലോ. മക്കളൊക്കെ ഓരോ സ്ഥലത്ത് പഠിക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടും നോക്കാനൊന്നും ആരും ഇല്ലാത്ത എല്ലായിടത്തും അവസ്ഥ അങ്ങനത്തെ. നമുക്ക് എന്തെങ്കിലും പറ്റാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. കൂട്ടം കുടുംബം എന്നൊക്കെ പറഞ്ഞത് സന്തോഷങ്ങളിൽ ആള് കൂടാൻ മാത്രമേ ഉള്ളൂ. നല്ല കല്യാണോ സൽക്കാരം അങ്ങനത്തെ തന്നെ എല്ലാവരും ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു സംഗതിയാന്നൊക്കെ വന്ന് നോക്കിയൊക്കെ പോകും. പക്ഷെ കിടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും അവസ്ഥ അങ്ങനെ. അല്ല, എന്തായാലും ഞാൻ നന്നായി നോക്കുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ട് തോന്നണില്ല. പക്ഷെ എന്നാലും നമ്മളെ എന്തെങ്കിലും ഒരു പരിപാടി പോയിട്ടില്ല വെച്ചെങ്കിൽ എല്ലാ കാര്യവും അവതാളത്തിലാവുകയാണ്. അപ്പോ തൽക്കാലം ഒരാൾ, അതുകൊണ്ടാണ് ഞാനന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരാള് വേണം. അപ്പൊ ശരി, ഞാനൊരു കാര്യം ഇങ്ങനെ പറയാൻ പോണെന്ന് എന്താന്ന് വെച്ചാലേ, പിന്നെ ഇതൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ എൻ്റെ ഒരു ഇതും കൂടി ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ച് പറയണം. കാരണം ഇപ്പോൾ റസിയാന്റെ അവസ്ഥ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താണ് ഇപ്പൊ എത്ര ദിവസം എന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ എനിക്കൊരു ജീവിതം വേണമല്ലോ. നമ്മളിപ്പോ ഇങ്ങനെ ഒറ്റക്ക് ഇതാകാൻ കഴിയൂല്ലോ. അപ്പൊ ഞാനിപ്പോ ഇപ്പൊ വന്ന പെണ്ണില്ല ഷെരീഫ. അപ്പോ ഓളെ ഇതുവരെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഓളെ നിക്കാഹ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതമായി. റസിയാന്റെ കാര്യങ്ങൾ ഓള് നോക്കുകയും ചെയ്തോളൂ. റസിയ അറിയും വേണ്ട കേട്ടോ. എന്തിനെ പറ്റി ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മൾ ഓരോ അവസ്ഥ വരുമ്പോൾ അതിനനുസരിച്ച് മാറണ്ടേ? പറഞ്ഞ എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാന് ഇനിയിപ്പോൾ എന്തായാലും ഒരു കല്യാണമൊന്നും കഴിക്കാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക്
ഞാൻ ഈ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും കൂടിയിട്ടാണ് ഓളെ നിക്കാഹ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇത്രേ വിധി ഉണ്ടാവുള്ളൂ ഉള്ള കൂടെ ജീവിക്കാനുള്ള കാലം. ആയിക്കോട്ടെ ഷെരീഫേ, ഓളെ കൂടെ അല്ലെങ്കിലും നമ്മളെ ജീവിതം ബാക്കിയല്ലേ. നമുക്കിപ്പോ ഞനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ പ്രായമായി എന്നെ നോക്കാൻ ഒരാൾ വേണ്ടേ. അപ്പൊ പടച്ചോ അതിനൊരു മാർഗം കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഉള്ള അവസ്ഥ എന്താ? ഓൾക്ക് അത്രേ പടച്ചോൻ വെച്ചിട്ടുള്ളൂ. പിന്നെന്താന്നുള്ളത് വരുമ്പോഴല്ലേ അപ്പൊ നോക്കാം. എന്തായാലും എൻ്റെ നല്ല മനസ്സെനിക്ക് മനസ്സിലായി. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇപ്പൊ ഈ എൻ്റെ ഒരു പിന്നെ സെന്റിമെന്റൽ ഉള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഈ ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്ക്. എന്താണെങ്കിലും നമുക്കിപ്പോൾ ഈ കിടത്തം കിടക്കുകയാണെങ്കിലും ഈ ഒരാണാണ്, എനിക്കൊരു പിന്നെ ജീവിതം വേണം. ഇനിയിപ്പോൾ റസിയ മരിക്കുകയാണെങ്കിലും എന്താണെങ്കിലും നമ്മളിങ്ങനെ മരിച്ച പോലെ ഓർത്ത് അല്ലെങ്കിൽ അസുഖമായി കിടക്കുന്ന പോലെ ഓർത്ത് നമ്മളെ ലൈഫ് കളയാൻ പറ്റുമോ? അതിമാത്രം പ്രായമായ ആളൊന്നും അല്ലല്ലോ, നമ്മളൊക്കെ ചെറുപ്പം തന്നെയല്ലേ. അപ്പൊ എന്താണെങ്കിലും ഒരു പെണ്ണ് ജീവിതത്തിൽ വേണ്ടേ? അത് വേണ്ട ജോസഫേ. ഒന്നാമത് അന്തിക്കൂട്ടിനൊരു പെണ്ണ് വേണമെന്ന് എന്തായാലും നിർബന്ധമുള്ള ഒരാളൊന്നല്ല ഞാൻ. ഇത്ര കാലമൊക്കെ ഉള്ള കൂടെ സന്തോഷമായിട്ട് ജീവിച്ചില്ലേ. പിന്നെ ഓളനെ ഞാൻ പൊന്നു പോലെ നോക്കുന്നുണ്ട്. ഞാൻ ഇതേപോലെ ബൈക്ക് ആക്സിഡൻ്റായിട്ട് 5-6 മാസം കിടന്നപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നു ഓളാണ്. അതിൻ്റെ ഒരു 10-1 പോലും ഇപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല അവളെ. ഓളിപ്പോൾ ഏറി കഴിഞ്ഞാൽ ഒരു 1.5-2 മാസമല്ലേ ആയിട്ടുള്ളൂ ഇങ്ങനെ വീട്ടിലായിട്ട്. അപ്പോൾ അത് വരുന്ന പോലെ വരട്ടെ. എന്തായാലും ഞാൻ പറയുമ്പോ ഒന്നും കൂടി ചിന്തിച്ചു. ഇല്ല, ഞാൻ അതിൽ കാരണം ചിന്തിക്കാം. ഇത് കുടുംബവും എല്ലാം കൊണ്ടും നല്ലൊരു കുടുംബമാണ്. പിന്നെ എനിക്ക് അത്ര വലിയൊരു അതിൽ ഇനി ചിന്തിക്കേണ്ട കാര്യം. ഇതിലെന്താ സുഖം എന്ന് വെച്ചാല് എന്റെ ലൈഫ് നടക്കും. പ്രസ്യ ഉള്ള കാലത്തോളം വേറൊരു കാര്യം അല്ലെങ്കിൽ അതിനൊരു വേറെ ശമ്പളം ഒന്നും ഇല്ലാതെ ഓളെ നോക്കാനും നമ്മള് റെഡി ആയിരിക്കും. ഈ പറഞ്ഞ മാതിരി എനിക്ക് എല്ലാ സംഗതി എന്റെ ജീവിതവും നടക്കും, പ്രസ്യാന്റെ കാര്യങ്ങളും ഒക്കെ നടക്കും. ഒക്കെ ഈ ഒരു എന്താണെങ്കിലും ഇപ്പൊ നിക്കാഹ് വെച്ച ഇതൊക്കെ ഇപ്പൊ നാട്ടിലെ ആദ്യത്തെ സംഭവം പറയുന്നേട്ടാല്. അതെ, ഞാൻ പറയട്ടെ. ഇതിപ്പോൾ ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം ആവുന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഓളേനെ നോക്കാൻ ഒരാൾ വേണം. അത്രേ വേണ്ടുള്ളൂ. രാത്രിയിൽ ഇവിടെ ആ കുട്ടി നിൽക്കേണ്ട കാര്യമില്ല. പകലൊരാൾ, അതിനെന്താ വെച്ചാൽ നമുക്ക് ശമ്പളവും കൊടുക്കാം. അത്രേ വേണ്ടുള്ളൂ. അതങ്ങനെ നല്ലപോലെ പോട്ടെ. അല്ലാതെ ഈ ഓള് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവരിക, ഓളെ കൊണ്ട് പരിചരിപ്പിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓളോട് മിണ്ടാതെ നിക്കാഹ് ചെയ്യുക, അത് എൻ്റെ മനസ്സ് പറ്റൂല. അല്ല, എനിക്കിതാണ്, ഞാൻ നിർബന്ധിക്കണില്ല. ഇതൊക്കെ അല്ല ഇല്ല, എനിക്ക് മനസ്സിലായി. എന്റെ നല്ല മനസ്സ് എനിക്ക് ഞാനെന്താ പറയാ, ഞാനിങ്ങനെ ഓരോ അവസ്ഥകള് നമുക്ക് ഞാൻ ഇതുവരെ അന്നൊരു അന്യനായി കണ്ടിട്ടില്ലല്ലോ. അല്ല, നമ്മള് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ഇപ്പൊ ചിലപ്പോ കുടുംബങ്ങൾ പോലും പറയണതിന്റെ മുമ്പ് ഈ കാര്യങ്ങൾ പറയേണ്ടത് അന്റെ കാര്യങ്ങൾ അതിനുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരതിനാണല്ലോ. ഞാൻ ആ ഒരു രീതിയിൽ പിന്നെ പറഞ്ഞതാണ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് എനിക്ക് അതിൽ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇല്ല, വിഷമമൊന്നുമില്ല. എനിക്ക് അങ്ങനെയില്ല. ഞാൻ ഈ പറഞ്ഞതും എന്റെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലായി. പക്ഷെ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഈ വാ, നമുക്ക് ചായ കുടിച്ചിട്ട് വാ.